ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ മസ്താനിയും അതേപോലെ തന്നെ ജിഷിൻ മോഹനും ബുള്ളി ഗാങ്ങിനെതിരെയുള്ള ശക്തമായ ഒരു ഗെയിം തന്നെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. വന്ന് കയറിയ പാട് തന്നെ പറയുന്നത് ഇതാണ്: നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ തന്നെ എന്തിനാണ് പാർഷ്യാലിറ്റി കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിട്ട് ഇരുന്നൂടെ? അക്ബറും ശരത്തും ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവള് വന്ന് ഇരിക്കത്തില്ല, അതെന്തുകൊണ്ടാണ്? അനുമോളെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഉടനെ അനുമോൾ അക്ബർക്ക് കുളിക്കത്തില്ല അതുകൊണ്ടാണ് എന്ന്. അക്ബർ ചമ്മി അവിടെ ഇരിപ്പുണ്ടേ. അക്ബർ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന നിമിഷം തന്നെ മസ്താനി പറയുന്നു, അപ്പൊ നിങ്ങൾ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നതോ എന്ന്. ഇത് പറഞ്ഞത് നൂറയും ഷാനവാസും ഒക്കെ ഇത് ഏറ്റുപിടിച്ചിട്ട് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നോടാ എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് കയർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാനവാസ് അക്ബറിനോട് കയർക്കാൻ കിട്ടുന്ന ഓരോ അവസരവും കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ജിഷിൻ തുടങ്ങിയ കളിയാണ് കേട്ടോ. പറഞ്ഞത് ന്യായമായ കാര്യമാണ്. മസ്താനി പറഞ്ഞത് 100% വസ്തുതയുള്ള ഒരു കാര്യമാണ്. ലൈവിൽ കണ്ടിട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുള്ള കേസുകളാണ്. പുറത്തെ വോട്ട് ബാങ്കും അകത്തെ വോട്ടും വരെ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വോട്ട് താപ്പാനകളാണ് ഈ രണ്ടെണ്ണവും. പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവർക്ക് വോട്ടുണ്ടോ അതുമില്ല. അക്ബർ പറയുന്നുണ്ട്, ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഇൻഡിവിജ്വൽ ആണ്, ഇരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമെന്ന്. ജിഷിൻ തിരിച്ചൊന്നും പറയാതിരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാൻ പോകുന്നതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഇല്ലായിരുന്നു കണക്കിന് കിട്ടി ബോധിച്ചേനെ. എന്തായാലും ജിഷിനെ ഇവരൊരു എതിരാളിയായിട്ട് കാണുന്നുണ്ട്. ജിഷിൻ പഴമാണെന്നാണ് അപ്പാനിയും അക്ബറും കൂടി കുറച്ചു മുമ്പ് ലൈവിലിരുന്ന് പറഞ്ഞത്. ജിഷിൻ മണ്ടനാണെന്നും പഴമാണെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. ഇവർക്കെതിരെയുള്ള കളി തന്നെയാണ് ജിഷിൻ കളിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും